അൽഗോരിതംസ് ക്രസ്കലും ഉണ്ട്, പിന്നെ പ്രൈംസ് അൽഗോരിതം ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട് എങ്ങനെ അങ്ങനത്തെ ക്രസ്കൽ അൽഗോരിതം പിന്നെ പ്രൈംസ് അൽഗോരിതം ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ, മിനിമം സ്പാനിങ് ട്രീ എന്താണെന്നൊക്കെ പഠിച്ചു നോക്കും. ഓക്കെ, അപ്പോൾ അത് അടുത്ത് പിന്നെ ഉള്ളത് ഡിജ്ക്സ്ട്രാസ് അൽഗോരിതം, അതായത് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന അൽഗോരിതം ഉണ്ട്, അത് ഡിജ്ക്സ്ട്രാസ് അൽഗോരിതം. ഓക്കെ, ഡിജ്ക്സ്ട്രാസ് അൽഗോരിതം ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്, ഇത് പഠിക്കുക. പിന്നെ ഇല്ല ബെൽമാൻ ഫോർഡ് അൽഗോരിതം ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ, ബെൽമാൻ ഫോർഡ് അൽഗോരിതം അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സിമിലർലി ഇതൊക്കെ എക്സാംസിന് ഇട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, എക്സാംസിന് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ട് എല്ലാ അൽഗോരിതവും അതിൻ്റെ വർക്കിങ്ങും പഠിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ അൽഗോരിതവും പഠിക്കുക, അതിൻ്റെ വർക്കിങ്ങും കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ അത് തേർഡ് മോഡ്യൂളിൽ നിന്ന് ഇത്രയും പോർഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, തേർഡ് മോഡ്യൂളിൽ നിന്ന് ഇത്രയും പോർഷൻ. ദെൻ ഫോർത്ത് മോഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ അതിൽ ഫസ്റ്റ് പഠിച്ച ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ആണ്. അപ്പോൾ എന്താണ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്, അതുപോലെ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ബേസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ അനലൈസ് ചെയ്ത മെർജ് സോർട്ടാണ്. അപ്പോൾ മെർജ് സോർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ വർക്കിങ്ങും അൽഗോരിതംസും ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് ഡൈനാമിക് പ്രോഗ്രാമിങ്. ഇപ്പോൾ അതുപോലെ ഡിവൈഡ് ആൻഡ് കോൺകറിലാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, സ്ട്രോസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ സ്ട്രോസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റായിട്ട് പഠിക്കണം, അതിൻ്റെ മെത്തേഡ്. ആ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് സ്ട്രോസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകറിന് എന്താണ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്, പിന്നെ ഉള്ളത് വിച്ച് ആർ ദ അതായത് മെർജ് സോർട്ട് എങ്ങനെ പെർഫോം ചെയ്യാം, അതുപോലെ ക്വിക്ക് സോർട്ട് എങ്ങനെ പെർഫോം ചെയ്യാം എന്നൊരു അസൈൻമെന്റ് ഞാൻ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പം ശരിക്കും ഡിവൈഡ് ആൻഡ് കോൺകർ ചെയ്തിട്ട് ബൈനറി സെർച്ച് വരെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കും. പിന്നെ ആ ഡിവൈഡ് ആൻഡ് കോൺകറിലാണ് സ്ട്രോസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അത് നന്നായിട്ട് പഠിക്കും. പിന്നെ ലാസ്റ്റിൽ ഡൈനാമിക് പ്രോഗ്രാമിങ്. അപ്പോൾ അപ്രോച്ച് നന്നായിട്ട് പഠിക്കുക, ഡൈനാമിക് പ്രോഗ്രാമിങ് അപ്രോച്ച്. പിന്നെ ഉള്ളത് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിലാണ് നമ്മൾ ചെയിൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കുക. ഓക്കെ, പ്രോബ്ലംസിലാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഏത് അൽഗോരിതം ഇപ്പം 3ഉം 4ഉം എടുത്താൽ ഡിഫറൻറ്റ് ഗ്രാഫ്സും ഒക്കെ തന്നിട്ട് അത് ഇന്ന അൽഗോരിതം വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ചെയിൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചെയിൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ അത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് നാളത്തെ എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ പ്രോബ്ലംസ്, അതായത് ഒരു പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഒരു മെത്തേഡ്, ഒരു ഗ്രാഫ് എന്നിട്ട് അതെങ്ങനെ പെർഫോം ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യനും പ്ലസ് അൽഗോരിതം. ഓക്കെ, അൽഗോരിതം പ്ലസ് പ്രോബ്ലംസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പഠിക്കുക, നാളത്തെ എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ
ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ വേറെ ഉള്ളത് എന്താണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്ന് പഠിക്കണം. അതുപോലെ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവ തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ വേറെ വരുന്നത് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, ചെയിൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഫിബോനാക്കി സീരീസ് ജനറേറ്റ് ചെയ്യുന്ന അപ്രോച്ച്, മെമ്മോയിസേഷൻ, അങ്ങനത്തെ ഒക്കെയുള്ള കൺസെപ്റ്റുകളൊക്കെ പഠിച്ചത്. എനിവേ, അപ്പോൾ നിങ്ങൾ തന്ന നോട്ട്സ് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലത്തിനും അൽഗോരിതത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഇതാണ് നാളത്തെ എക്സാമിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഞാൻ ജസ്റ്റ് ഇന്നത്തെ ക്ലാസ് ഗ്രീഡി അപ്രോച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഗ്രീഡി അപ്രോച്ച് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യുന്നു. ഓക്കെ, സോ ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഗ്രീഡി അപ്രോച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രീഡി അപ്രോച്ച് എന്താണ്, ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, ഏത് ടൈപ്പ് പ്രോബ്ലത്തിനാണ് സ്യൂട്ടബിൾ, അതായത് ആ പ്രോബ്ലത്തിൽ എന്തൊക്കെ ഉണ്ടാവും, ആ പ്രോബ്ലത്തിൽ കൺസ്ട്രെയിൻസും ഉണ്ടാവും. അതായത് n ഇൻപുട്സ് ഉണ്ടെങ്കിൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിൽ സബ്സെറ്റ് ഓഫ് n ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഉള്ളത് അതിൽ സം കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. എപ്പോഴും അഡീഷണൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഉണ്ടാവും, അതും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഗ്രീഡി അൽഗോരിതം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ അടുത്ത ഇതിൽ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രീഡി അപ്രോച്ച്, അതിൻ്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഇതാണ്. അതായത് എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇനീഷ്യൽ സൊല്യൂഷൻ empty ആക്കി വെക്കുക. ഫോർ i equal to 1 to n, ഓരോ സ്റ്റേജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ ഫോർ i equal to 1 to n എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് സെലക്ട് ചെയ്യുക ബേസ്ഡ് ഓൺ സം സെലക്ഷൻ മെഷർ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചെയ്തിട്ടുണ്ട്, ദ പ്രീവിയസ് ക്ലാസ് വി സ്റ്റഡിഡ് knapsack problem. In that the selection is performed based on which criteria, maximum PI by WI value. Okay, based on that a particular input is selected. Okay, in that way we want to select the input based on a criteria, then check whether this solution, this input is feasible with the solution in our set. Okay, if it is feasible, then we'll add that solution x to x. This is the basic structure of a greedy algorithm. യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നാപ്സാക്ക് പ്രോബ്ലം എന്നുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് നാപ്സാക്ക് പ്രോബ്ലം? സോ ഇതിൽ ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫ്രാക്ഷണൽ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷണലിന്റെ കൺസെപ്റ്റ് ഇതേ ഉള്ളൂ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലെ ഒബ്ജക്ട്സിന് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, ഫ്രാക്ഷൻ ആക്കിയിട്ട് ബാഗിലോട്ട് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, സപ്പോസ് എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് ഡിഫൈൻ 0/1. ഓക്കെ, അതായത് ഫ്രാക്ഷണൽ നാപ്സാക്ക് ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്, അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് 0/1. ഓക്കെ, 0/1. സപ്പോസ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, 0/1 ഡിഫൈൻ 0/1 നാപ്സാക്ക് പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്തായിരിക്കും? സെയിം പ്രോബ്ലം തന്നെ അല്ലേ, സെയിം പ്രോബ്ലം തന്നെ. പക്ഷേ ഇവിടെ എന്താണ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രാക്ഷൻ ആക്കാൻ പറ്റില്ല. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സപ്പോസ് ഒരു 5 കിലോഗ്രാം ആപ്പിൾ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ബാഗിന്റെ കപ്പാസിറ്റി 4 ആണ്. ഓക്കെ, ബാഗ് ഇപ്പോഴും 4 കിലോഗ്രാമേ റിമൈനിങ് ഉള്ളൂ. എൻ്റെ കയ്യിൽ 5 കിലോഗ്രാം ആപ്പിൾ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ
ഫ്രാക്ഷണൽ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഈ 5 കിലോഗ്രാം ആപ്പിളിൻ്റെ അടുത്തുനിന്ന് 4 കിലോഗ്രാം എടുത്തിട്ട് ബാഗിലോട്ട് വെക്കാം. പക്ഷേ 0/1 ആകുമ്പോഴെന്താണ്, ഒന്നുകിൽ ഫുൾ എടുക്കുക, ഫുൾ 5 എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇതിന്റെ കൺസെപ്റ്റ് 0/1 knapsack പ്രോബ്ലം എന്ന് വെച്ചാൽ. ഓക്കെ, അതായത് ഒന്നുകിൽ ഫുൾ കയ്യിലുള്ള ഫുൾ ഇതെടുക്കുക, ഓക്കെ, ഫുൾ കണ്ടന്റ് എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. അതാണ് 0/1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് 0/1 knapsack പ്രോബ്ലം എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സപ്പോസ് ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഇതേ ഡെഫിനിഷൻസ് തന്നെ എഴുതുക. ഓക്കെ, വി ആർ ഗിവൺ n ഒബ്ജക്ട്സ്, ഒബ്ജക്റ്റ് I ഹാസ് എ വെയിറ്റ് W ആൻഡ് ദ ബാഗ് ഹാസ് എ കപ്പാസിറ്റി M. ദെൻ ഇവിടെയാണ് ചേഞ്ച് വരിക. ഓക്കെ, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് മോഡിഫൈ ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം സെയിം തന്നെ അല്ലേ? ബാക്കിയെല്ലാം സെയിം തന്നെ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട്, ഒക്കെ സെയിം തന്നെ, നോ ചേഞ്ച്. പക്ഷെ ഇവിടെ നമുക്ക് ഒരേ ഒരു ചേഞ്ച് എവിടെ വരുമോ? ഈ ഒരു ഡെഫിനിഷനിൽ ചേഞ്ച് വരുത്തേണ്ടി വരും. ഓക്കെ, ഹിയർ if a fraction xi of object I is placed into a knapsack, then a profit pi into xi is earned. അപ്പോൾ ഇവിടെ pi into xi is earned. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് വേണം? xi ഏതൊക്കെ വാല്യൂസ് എടുക്കാം? ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ ഒഴിവാക്കുക. ഓക്കെ, ഫ്രാക്ഷൻ്റെ ആവശ്യമില്ല. ഈ xi വേർ xi can be 0 or 1. xi can be 0 or 1. ഓക്കെ, ഇത് ഒഴിവാക്കുക. If an object xi where xi will take the value 0 or 1 is placed into a knapsack, then a profit pi into xi is earned. Okay, അങ്ങനെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 0/1 knapsack പ്രോബ്ലം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അവിടെ എവിടെയാണ് ചേഞ്ച് വരും? ഓക്കെ, ഇതിൽ മാത്രമേ ചേഞ്ച് വരും. ഓക്കെ, ഓഫ് ഒബ്ജക്റ്റ് I is placed into a knapsack, then a profit pi into xi is earned. Then the objective same. Objective is to filling of the knapsack with objects in such a way that maximize the total profit earned subject to the below. Okay, these are all same. Okay, സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്, സപ്പോസ് നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്രാക്ഷണൽ knapsack ആൻഡ് 0/1 knapsack. അപ്പോൾ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഈ ഒരു കൺസെപ്റ്റ് അറിയെങ്കിൽ, അതായത് ഫ്രാക്ഷണൽ knapsack പഠിച്ചിട്ട് അത് 0/1 ചോദിച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രം ചേഞ്ച് വരുത്താൻ മതി. ഓക്കെ, ഇഫ് ആൻ ഒബ്ജക്റ്റ് if a fraction xi എന്നതാണ് xi where xi take the value 0 or 1 of object I is placed, ആ ഒരു ചേഞ്ച് മാത്രം വരുത്തിയാൽ മതി. പിന്നെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാക്കുക. അതായത് ഒന്നുകിൽ ആ ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് എടുക്കുക, ഫുൾ എമൗണ്ട് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് എടുക്കാതിരിക്കുക. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്രാക്ഷണൽ knapsack പ്രോബ്ലം. അപ്പോൾ പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് പറയുന്നത്. knapsack പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ knapsack പ്രോബ്ലത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് അവിടെ പറയുന്നത്. knapsack പ്രോബ്ലത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇവിടെ അടുത്തത് ഡിഫൈൻ knapsack പ്രോബ്ലം എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഉള്ളത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്രാക്ഷണൽ ആൻഡ് 0/1 knapsack പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം. ചിലപ്പം ചോദിക്കും ഡിഫൈൻ 0/1 knapsack പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത്, അപ്പോൾ ഈ ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിക്കണം. ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. സോ നെക്സ്റ്റ് ഉള്ളത് ഈ ടൈപ്പ് പ്രോബ്ലംസ്. ഓക്കെ,
അപ്പോൾ ഇത് നമ്മൾ ഫ്രാക്ഷണൽ നാപ്സാക്കിന്റെ കേസിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറ്. എപ്പോഴും ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ബിലോ നാപ്സാക്ക് പ്രോബ്ലം എന്നാണ് വരാറ്. അത് ഫ്രാക്ഷണലിന്റെ കേസിലാണ് വരാറ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന അപ്രോച്ച് ഇതാണ്. ഇന്നലെ ഞാൻ മൊബൈലിലാണ് അത് ക്ലാസ് എടുത്തത്. സോ ഇതിന്റെ അപ്രോച്ച് ഇതാണ്. അതായത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? PA/WA ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ, ഇന്നലെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ഡിസ്കസ് ചെയ്തതാണിത്. അപ്പോൾ ഇതിന്റെ ബേസിക് അപ്രോച്ച് മനസ്സിലാക്കുക. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, PA/WA കണ്ടുപിടിക്കുക. അതായത് പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചെയ്യേണ്ടത് എക്സ് എന്നൊരു ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ എന്താ പറയുക? ഹൗ മച്ച് പോർഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഹാസ് ടേക്കൺ. ഹൗ മച്ച് പോർഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഹാസ് ടേക്കൺ, ഇതാണ് എക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ ബേസിക് പ്രോസസ്സ് നോക്കുക. ഇനീഷ്യലി 15 കിലോഗ്രാം ഉണ്ട്. സോറി, ഇനീഷ്യലി 0 ആണ്. ഓക്കെ, ഇനീഷ്യലി 0 ആണ്. കപ്പാസിറ്റി 15 ആണ്. ഓക്കെ, ഇനീഷ്യലി 0 ആണ്. ഇനീഷ്യലി 0 ഉള്ളത്. ഇപ്പോൾ 15 കിലോഗ്രാം ആണ് ഇതിന്റെ സൈസ്. ബാഗിന്റെ സൈസ് 15 കിലോഗ്രാം ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരുന്ന കണ്ടുപിടിക്കുക. ഓക്കെ, ചിലപ്പം ഏതൊരു ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു ഇതിന്റെ പ്രോഗ്രാം എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫ്രാക്ഷണൽ നാപ്സാക്കിന്റെ പ്രോഗ്രാം എഴുതുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ബേസിക് പ്രൊസീജിയർ നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ n സ്റ്റേജസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സെലക്ട് ആൻ ഇൻപുട്ട് വിത്ത് PA/WA മാക്സിമം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് സെലക്ട് ചെയ്തു. അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതായിരിക്കും. ഇതിന്റെ വെയിറ്റ് 1 ലെസ് ദാൻ 15 കിലോഗ്രാം ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, 1 ലെസ് ദാൻ 15 കിലോഗ്രാം. 15 കിലോഗ്രാം എന്ന് വെച്ചാൽ M ആണ്. ഓക്കെ, അതായത് ഇതിന്റെ വെയിറ്റ്, ഈ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഐന്റെ വെയിറ്റ് WI ലെസ് ദാൻ 15 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ബാഗിലോട്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് ഏത് അപ്ഡേറ്റ് ചെയ്യും? ഒബ്ജക്റ്റ് 5ന്റെ ഈ വാല്യൂ എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. എന്തുകൊണ്ടാണ് 1 ആക്കിയത്? അതായത് ഞാൻ ഫുൾ 1 കിലോഗ്രാം അല്ലെങ്കിൽ ഫുൾ വെയിറ്റ് ആണ്. ഇവിടെ വെയിറ്റ് 1 ആണുള്ളത്. ഈ ഫുൾ വെയിറ്റ് എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ ഇതിന്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 0 ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് അപ് ടു 15 കിലോഗ്രാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ അത് ചെയ്തു. സോ നൗ അതിനുശേഷം എന്ത് ചെയ്യാം? ഈ ബാഗിന്റെ കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുക. 15 - 1 ആക്കി വെക്കും. ഇത്രയും പ്രോസസ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിന്റെ പ്രോഗ്രാം പഠിക്കണം. അപ്പൊ പ്രോഗ്രാം പഠിക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ബേസിക് വർക്കിംഗ് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോഗ്രാമിലോട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്ത പ്രോസസ്സ് നോക്കുക. ഫസ്റ്റ് സെലക്ട് an object with maximum PA/WA, then check its weight less than the capacity. If the weight less than the capacity, include it in the knapsack. Then update the knapsack capacity. Okay. Additionally, we should update X also. Okay. If we taken full portion, then it should be 1. Okay. In that way, we want to write that logic. Okay. So this is first step. Next, what we will do? We will select the next largest PA/WA. Okay, 6 is here. Next is 5. Okay, so this is object 1, and this object 1 is selected. Okay, then what I will do?
object 1 having weight 2. Okay, then this is the procedure. I will just take the weight of that object is less than the current capacity. Okay, what is the current capacity? 14. Okay, so weight is 2. Weight of that object is less than the current capacity, so I can take the full object and put it into the knapsack. Okay, so it is 1. Then I updated this. 14 minus 2, it is 12 now. Okay. In this way I want to create a logic. Okay, while writing the program I want to create a logic like this. Okay, then how many times we will do it? We will do it 2 option. We can do until the knapsack is full. Okay, usually we will do like this. Okay, in this case we will do this procedure until the knapsack is full. Okay, so while writing a program or algorithm, we should need an idea when to stop this algorithm. Okay, so this is an iterative algorithm. So what will be the stopping condition? If the knapsack is full. Okay, if the knapsack is full, then I can stop the process. Okay, so that much iteration I need to perform. Okay, so this is one iteration, then this is this, then I will select this one. Now capacity is 8, then I will select this one. Now the capacity reduced to 3, so now I will select 07. Now the capacity is 2. Okay, up to this 07 I selected the full amount. Okay, full object. Okay, then you can note here, this is next I want to select O2. The way the amount or weight of O2 is 3, but the capacity is 2. So what I will do, I will select 2 by 3. Okay, and I will fill. So I will write here 2 by 3. Okay, this is fraction. Suppose the problem is 0 or 1, then what you will do? Just think, suppose the problem is 0 bar 1 knapsack problem. Okay, then what you will do in this situation? Just imagine that situation. Can you able to select this object O2? No. Why? Because either I can select or I can avoid that. Okay, that is the logic. If you solve this problem using the same approach, then we will not select O2 for the case of a 0 bar 1 problem. Just I mentioned that if the problem is 0 bar 1, I will not select this one. It will be 0. Okay, so in that way I may want to modify the logic. Okay, so anyway, in this case I written here, now the capacity is 0, which means the knapsack is full. At that time I can stop this. Okay, so this is the working, and then I calculate the how much amount I filled. Okay, so this is done by using this concept. I will calculate sigma WIXI. Okay, if you take the summation, then it will get 15. That is, the capacity is fully utilized. Okay, so the constraint in this problem is fully satisfied. And next is, this is the objective function. Okay, this is the objective function, that is we want to maximize the profit. Okay, so what we will do, we will use the same approach. This is the profit term. This is multiplied with the selected portion. Okay, 1 into 10 plus 2. If you're done, you will get to 54.6. Okay, so this is the maximum profit you can achieve.
by using this method. So here the selection criteria is the selection proceeds from maximum pi by wi value to minimum pi by wi. Okay, so that is the selection criteria. Then in which order we will select? We will select O5 at first, then O1, then O6, then O3, then O7, then O2. So you can note here O6, O4 is eliminated. You can note here O4 is not used. So there are 7 inputs. Out of them, I'm selecting 6 only. So it's a subset problem. Okay, subset of solutions is subset of input is selected. So in this way, I solve this problem. Anyway, so why I am saying this? Because the working is very important. In the next class, we will try to develop an algorithm similar to this logic. Okay. If you apply, if you write this logic in the algorithm format, it will become an algorithm of knapsack. Okay. So this working is very important. Also, this problem several times in the university exam they asked. I think all 4 exams they asked this type of questions in the university exam. So this is very important. So next another problem. This is try to do it yourself using the same logic. So here also solve the fractional knapsack problem with n equal to 7 and c equal to 50. Then uh, objects are given. Then what we will do? We will apply the same procedure. We will calculate this term at first. Then my question is which I will fill at first. Okay, now the procedure is simple. This is the maximum pi by w. So I will select this object O1, O2, O3, O4, O5. Okay, I will select this one. Its capacity, its weight is 1. Okay, so the weight is now 14. Okay, 15 minus 1 is 14. Okay, so the capacity is 14 now, and I selected full amount. So I selected O5. Okay, next what I will do? Next one, which one I will select? Uh, 8 I selected, then next is 3.35. 5 is here. Okay, this is the largest. And its weight also 1. Okay, so 1 less than 14. Okay, so I can select this. Okay, 1. Then I will update it to 13. Okay, 14 minus 1 is 13. Then what I will do? I will select the next lowest. Okay, in that way to proceed. Okay, after it becomes 0, you will proceed like this, and you should proceed like this, and after some time the capacity becomes 0. At that time you can stop, and you can find out the objects involved and how much portion of the objects involved. Then using, you can find out the weight and the profit at that time. Okay, you try to do it yourself, and next class also try to do the same problem using 0 bar 1. Okay, try to do it. uh, okay, next I will give a recorded video of 0 bar 1 problem and the algorithm used for this. Okay, I will try to give it as a recorded video, else I will take in the next class. Okay. Okay. Anyway, please give your attendance. Okay. Tomorrow is your exam. Please study well. In the previous exam, most of them having low mark. So please study well. And already I given the topics. Okay. Already I given the topics. You want to study, please and try to focus on the algorithm plus working of that algorithm. Okay, that is important. Okay, okay, thank you. Please give your attendance starting from August. Anjuman. Present, sir.
Napa. Napa. Present, sir. Vishnu Vinod. Okay. 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 Thanks.